പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് കെവിൻ ഓവൻസിന് എന്നാണ് ഇഞ്ചുറി പറ്റിയത് എന്നുള്ളത് കെവിൻ ഓവൻസ് തന്നെ ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുകയുണ്ടായി. കെവിൻ ഓവൻസിന് ജനുവരി മാസത്തിലെ ഒരു മത്സരത്തിന് ഇടയിലാണ് ഇഞ്ചുറി പറ്റിയത് എന്നുള്ളത് കെവിൻ ഓവൻസ് പറയുകയുണ്ടായി. കോഡി റോഡ്സിനെതിരെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കളിച്ച ചാമ്പ്യൻഷിപ്പിൻ്റെ ലേറ്റർ മത്സരത്തിലല്ല ഈ ഇഞ്ചുറി പറ്റിയത് എന്നുള്ളതും കെവിൻ ഓവൻസ് പറയുന്നുണ്ട്. അതിന് മുൻപേ തനിക്ക് ബുദ്ധിമുട്ട് ചെറുതായിട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ MRI സ്കാനിംഗ് ഒന്നും നടത്തിയില്ല. എന്നാൽ സ്കാനിങ് എടുത്തതിന് ശേഷം ഇപ്പോഴാണ് WWE മെഡിക്കൽ ടീം തന്നോട് വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ജനുവരിയിലെ ഒരു മത്സരത്തിലാണ് തനിക്ക് ഇഞ്ചുറി പറ്റിയത് എന്നുള്ളതും കെവിൻ ഓവൻസ് ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കെവിൻ ഓവൻസിന് മിക്കവാറും ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് അധികമോ റിങ്ങിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു വാർത്തയും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. കെവിൻ ഓവൻസ് മാറി നിൽക്കുന്നതോടുകൂടി റസൽമീനിയ 41 റാൻഡി ഓർട്ടന് എതിരാളിയില്ലാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ് റസൽമീനിയ 41 ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരം ക്യാൻസൽ ചെയ്യുന്നതും റാൻഡി ഓർട്ടന് എതിരാളിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസിനെ RKO ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ അദ്ദേഹത്തിൻ്റെ വിഷമം അവിടെ പ്രകടിപ്പിച്ചു എന്നുണ്ടെങ്കിലും റാൻഡിയുടെ റസൽമീനിയ 41 പദ്ധതികൾ എന്തായിരിക്കും, എതിരാളി ആരായിരിക്കും എന്നുള്ളതിൻ്റെ മറ്റ് സൂചനകളൊന്നും നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമർ ലിസ്റ്റിൽ 4 പേരുടെ പേരാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ആണ്. നിക് ഓൾഡിസിന് ഇപ്പോഴും റിങ്ങിൽ വന്ന് മത്സരിക്കാൻ പറ്റുന്ന പ്രായത്തിൽ തന്നെയാണ് താരം ഉള്ളത്. WWEയിൽ നിക് ഓൾഡിസ് വന്ന ആ ഒരു സമയം മുതലേ സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നിക് ഓൾഡിസ് എന്തായാലും റിങ്ങിൽ കയറി മത്സരിക്കുന്നതിൻ്റെ സൂചനയൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. എന്നാൽ അടുത്ത സ്മാക്ഡൗണിൽ ഇപ്പോൾ നിരന്തരമായിട്ട് റാൻഡി ഓർട്ടൻ്റെ കയ്യിൽ നിന്ന് RKO മേടിക്കുന്ന നിക് ഓൾഡിസ് അദ്ദേഹം ഇനി റാൻഡിക്കെതിരെ ഒന്ന് നിൽക്കാനൊന്ന് തീരുമാനിച്ചാൽ റസൽമീനിയ 41 ആ മത്സരം കാണാവുന്നതാണ്. പക്ഷേ നിക് ഓൾഡിസ് മത്സരിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. സാധ്യത കുറവാണെന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തെ പേര് സാമി സെയിൻ്റേതാണ്. സാമി സെയിൻ എവിടെ എന്നുള്ളത് കുറേയധികം കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയുണ്ടായി. സാമി സെയിൻ നിലവിൽ ലീവ് എടുത്ത് മാറി നിൽക്കുകയാണ്. സാമിയുടെ ഒരു തിരിച്ചറിവ് സാമി വേഴ്സസ് റാൻഡി തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളത് പലരും ചോദിക്കാനുള്ള കാരണം സാമിയും കെവിൻ ഓവൻസും അവർ ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ സ്റ്റോറിയിൽ സാമി സെയിനെ കെവിൻ ഓവൻസ് പാക്കേജ് വൈൽ ഡ്രൈവർ എന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിച്ച് ഇഞ്ചുറി ആക്കിയ പോലെ കാണിച്ചിട്ടാണ് അവർ മാറ്റി നിർത്തിയത്. അപ്പോൾ നിലവിൽ കെവിൻ ഓവൻസും സാമി സെയിനും ഫ്രണ്ട്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കെവിൻ ഓവൻസിന് ഇഞ്ചുറി പറ്റിയ ആ ഒരു സ്പോട്ടിലേക്ക് കെവിന് പകരം താൻ മത്സരിക്കാമെന്ന് പറഞ്ഞ് സാമിക്ക് കയറി വരാൻ സാധിക്കില്ല. പക്ഷേ ഒരു സർപ്രൈസ് ഒപ്പോണൻ്റായിട്ട് കെവിൻ ഓവൻസ് എൻ്റെയും കൂടി ശത്രുവാണ്, അപ്പോൾ നമുക്ക് തമ്മിൽ മത്സരിച്ച് ആരാണ് കെവിൻ ഓവൻസിനെതിരെയുള്ള യഥാർത്ഥ ശത്രു എന്നുള്ളത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാമി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ റസൽമീനിയ 41 റാൻഡി ഓർട്ടന് ഒരു മത്സരം കൊടുക്കാൻ വേണ്ടി സാമിയുടെ തിരിച്ചുവരവ് കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. സാമിയുടെ പേര് വിടാനും സാധ്യത കൂടുതലാണ്. മൂന്നാമതായി കേൾക്കുന്ന പേര് റൂസേവ് എന്ന് പറയുന്ന റെസ്ലറുടേതാണ്. റൂസേവ് WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂസേവിൻ്റെ ഒരു തിരിച്ചുവരവ്, റൂസേവിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി റസൽമീനിയ 41 റാൻഡി ഓർട്ടനെതിരെ മത്സരിക്കുന്ന ആ ഒരു മൊമെൻറ്റ്. പക്ഷേ റസൽമീനിയ 41 ഇത്തരത്തിലുള്ള ഒരു മത്സരം നടക്കുകയാണെങ്കിൽ റാൻഡി ഓർട്ടനാണ് വിജയസാധ്യതയുള്ളത്. അപ്പോൾ റൂസേവ് എന്ന താരത്തെ തിരികെ കൊണ്ടുവന്ന് ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെടുത്തിയാൽ അത് താരത്തിൻ്റെ മൊമെൻറ്റത്തെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ റൂസേവിൻ്റെ പേരിനും സാധ്യത അവിടെ കുറയുന്നുണ്ട്. പിന്നീട് കളിക്കുന്ന പേര് അലിസ്റ്റർ ബ്ലാക്കിൻ്റേതാണ്. അലിസ്റ്റർ ബ്ലാക്കിൻ്റേതായിട്ടുള്ള ചില ഡാർക്ക് വിഗ്നിറ്റീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ ഫുട്ടേജുകൾ സ്മാക്ഡൗണിൽ അവർ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കാണിക്കുകയുണ്ടായി. അലിസ്റ്റർ ബ്ലാക്കിൻ്റെ ഈ കേസും റൂസേവിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. അലിസ്റ്റർ ബ്ലാക്കിനും റാൻഡി ഓർട്ടനെതിരെയുള്ള ഒരു റിട്ടേൺ മാച്ച് കൊടുത്ത് തോൽപ്പിച്ചാൽ അത് ബ്ലാക്കിൻ്റെ മൊമെൻറ്റത്തെയും ബാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേര് സാമി സെയിൻ വരും എന്നാണ്. പക്ഷേ അതിന് ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലോജിക്ക് പ്രത്യേകിച്ച് അന്വേഷിച്ച് പോയാൽ അത്തരത്തിലുള്ള കാരണങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. റസൽമീനിയ 41 റാൻഡി ഓർട്ടന് മത്സരം ഉണ്ടായേക്കും. അതിന് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് അടുത്ത സ്മാക്ഡൗണിൽ തന്നെ അറിയാൻ സാധിച്ചേക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് CM പങ്ക്, പോൾ ഹേമൻ, റോമൻ റീൻസ് ഇവരുടെ സ്റ്റോറിയിൽ അടുത്തതായി നമുക്ക് എന്ത് കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലെ വമ്പൻ ട്വിസ്റ്റ്, വമ്പൻ സർപ്രൈസ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് റസൽമീനിയ 41 CM പങ്കിൻ്റെ കൂടെയായിരിക്കും പോൾ ഹേമൻ വരിക എന്നുള്ളതാണ്. ആ ഒരു തീരുമാനം എതിർക്കാൻ പോൾ ഹേമനോട്
റോമൻ റീൻസ് ആവശ്യപ്പെട്ടപ്പോൾ അത് തനിക്ക് സാധ്യമാകില്ല എന്നുള്ളത് പോൾ ഹേമൻ പറഞ്ഞു. തുടർന്ന് CM പങ്ക് GTS എന്ന മൂവ് കൊടുത്ത് റോമൻ റീൻസിനെ ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷമുള്ള ചെറിയൊരു ഫുട്ടേജ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. CM പങ്ക് നെറ്റിയിൽ പോൾ ഹേമൻ്റേതായിട്ട് ഉപയോഗിച്ച് പിന്നീട് കാണികളുടെ അടുത്തേക്ക് പോകുന്നതായിട്ടും വലിയൊരു ഞെട്ടലോട് കൂടി റോമൻ റീൻസ് ആ ഒരു അടി കിട്ടിയതിന് ശേഷം എഴുന്നേറ്റ് വരുന്നതായിട്ടും റിങ്ങിൽ ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് കൂടി സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവരുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കഴിഞ്ഞാലും CM പങ്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് പോകും. സമ്മർ സ്ലാമിൽ ഇരുവരും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഒരു ലോങ് ടൈം സ്റ്റോറി പോലെ ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സെത്തിനെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരം റസൽമീനിയ 41 അവർ നടത്തുന്നത്. ഈ റസൽമീനിയ 41 ഇപ്പോൾ CM പങ്കോ സെത്തോ റോമനോ ആര് വിജയിച്ചാലും പ്രശ്നമില്ല. CM പങ്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള സ്റ്റോറി ഇതിന് ശേഷം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു റൂമർ. പോൾ ഹേമൻ CM പങ്കിൻ്റെ കൂടെ തന്നെയായിരിക്കും റസൽമീനിയ 41 വരാൻ സാധ്യത. അതിനർത്ഥം പൂർണ്ണമായി പോൾ ഹേമൻ CM പങ്കിൻ്റെ കൂടെ പോകുന്നു എന്നുള്ളത് അല്ല. റോമൻ റീൻസിൻ്റെ കൂടെ CM പങ്കിനെ അതിനു മുൻപും അതിന് ശേഷം വരാൻ സാധിക്കും. റസൽമീനിയ 41 മാത്രമായിരിക്കും പങ്കിൻ്റെ കൂടെ പോകുക. ഇനി റോമൻ റീൻസ് പോൾ ഹേമൻ തുടങ്ങിയവർക്കിടയിലെ ഈ റിലേഷൻഷിപ്പിന് ഈ ഒരൊറ്റ അനൗൺസ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് അത് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.